മത്സ്യത്തൊഴിലാളികളുടെ വീടുകളിൽ നടത്തുന്ന നാടകീയ സന്ദർശനങ്ങൾ കൊണ്ടോ ഒഴുക്കൻ പ്രസ്താവനകൾ കൊണ്ടോ തീരദേശത്ത് ആളിപ്പടരുന്ന ജനരോഷത്തെ തണുപ്പിക്കാമെന്ന സർക്കാരിന്റെ വ്യാജമോഹം പൊലിയുന്നു. വിഴിഞ്ഞത്തും അഞ്ചുതെങ്ങിലും ആശ്വാസവാക്കുകളുമായി എത്തിയ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെയും ഫിഷറീസ് മന്ത്രി വി അബ്ദുൾ ഗഫൂറിനെയും ജനങ്ങൾ രൂക്ഷമായ ഭാഷയിലാണ് നേരിട്ടത്. കടലിൽ കാണാതായി 11 ദിവസം പിന്നിട്ടിട്ടും കാര്യക്ഷമമായ രക്ഷാപ്രവർത്തനം നടത്താൻ കഴിയാത്ത സർക്കാരിന്റെ ദാരുണമായ പരാജയവും അതിലുപരിയായി മുഖ്യമന്ത്രി വി സതീശൻ തീരദേശ ജനതയ്ക്കെതിരെ നടത്തുന്ന അവഹേളനപരമായ പരാമർശങ്ങളുമാണ് ഭരണകൂടത്തെ പ്രതിക്കൂട്ടിലാക്കിയത്. കടലിൽ കാണാതായ പുല്ലുവിള സ്വദേശി ജോണിന്റെയും അഞ്ചുതെങ്ങ് സ്വദേശി ഷിജിന്റെയും കുടുംബങ്ങളെ കണ്ട മന്ത്രിമാർക്ക് കേൾക്കേണ്ടി വന്നത് ജനങ്ങളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്ത സർക്കാരിനോടുള്ള കടുത്ത അമർഷമാണ്. മുഖ്യമന്ത്രി ഭരണഘടനാ പദവിയിലിരുന്ന് ഒരു സമുദായത്തെയും തീരദേശ ജനതയെയും മുഴുവനായി അധിക്ഷേപിക്കുകയാണെന്ന് ജോണിന്റെ മകൾ ജിജി മന്ത്രിമാരുടെ മുഖത്ത് നോക്കി തുറന്നടിച്ചു. തങ്ങളുടെ കൂടി വോട്ട് വാങ്ങി കസേരയിൽ ഇരുന്നവർ ജനങ്ങളെ അടിച്ചമർത്താനും കുറ്റപ്പെടുത്താനും മുതിരരുത്. മുഖ്യമന്ത്രി പരസ്യമായി മാപ്പ് പറയണമെന്ന നിലപാടിൽ ഉറച്ചുനിന്ന കുടുംബം സന്ദർശന പ്രഹസനങ്ങളല്ല, മറിച്ച് കാര്യക്ഷമമായ രക്ഷാപ്രവർത്തനമാണ് തങ്ങൾക്ക് വേണ്ടതെന്ന് ഓർമ്മിപ്പിച്ചു. അപകടങ്ങൾ തുടർക്കഥയാകുമ്പോൾ മാത്രം ഡ്രഡ്ജിംഗ് ഉത്തരവുകളെയും ശാസ്ത്രീയ പരിഹാരങ്ങളുടെയും പേരിൽ വ്യാജ വാഗ്ദാനങ്ങൾ നൽകുന്ന സർക്കാരിന്റെ പൊള്ളത്തരം മുതലപ്പുഴയിലും തെളിഞ്ഞു കണ്ടു. ജനങ്ങളുടെ കണ്ണീരിലും രോഷത്തിലും ഉത്തരം മുട്ടിയ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് വേദനാജനകമായ അന്തരീക്ഷമാണ് എന്ന് പറഞ്ഞ് തടിയൂരാൻ മാത്രമാണ് കഴിഞ്ഞത്. വി സതീശൻ തീരദേശവുമായി അടുത്ത ബന്ധമുള്ള ആളാണെന്നും അദ്ദേഹം തീരദേശവാസികളെ അവഹേളിക്കില്ലെന്നുമുള്ള ന്യായീകരണങ്ങളിലൂടെ വിഷയത്തിന്റെ ഗൗരവം കുറയ്ക്കാനാണ് മന്ത്രിമാർ ശ്രമിച്ചത്. ജനങ്ങളുടെ വോട്ട് വാങ്ങി അധികാരം ആസ്വദിക്കുകയും ദുരന്തമുഖത്ത് അവരെ ആക്ഷേപിക്കുകയും ചെയ്യുന്ന സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ തീരദേശത്ത് അതിശക്തമായ രാഷ്ട്രീയ പ്രതിഷേധമാണ് ഉയർന്നു വന്നത്. ഭരണകൂടത്തിന്റെ ആസൂത്രിതമായ പരാജയവും ഉത്തരവാദിത്തമില്ലായ്മയുമാണ് തീരദേശത്ത് ഇന്ന് പ്രകടമാകുന്നത്. സ്വന്തം ജീവൻ പണയം വെച്ച് കടലിൽ പണിയെടുക്കുന്ന പാവപ്പെട്ട തൊഴിലാളികളെ ആശ്വസിപ്പിക്കുന്നതിന് പകരം മുഖ്യമന്ത്രിയുടെ കസേരയിലിരുന്ന് ഒരു ജനവിഭാഗത്തെയാകെ അവഹേളിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്ന വി സതീശന്റെ നിലപാട് ജനാധിപത്യത്തിന് തന്നെ കളങ്കമാണ്. കാണാതായവരെ കണ്ടെത്താൻ ശാസ്ത്രീയമായ സജ്ജീകരണങ്ങളോ കാര്യക്ഷമമായ രക്ഷാപ്രവർത്തനമോ ഒരുക്കാതെ ദുരന്തമുഖത്ത് ഫോട്ടോ സെഷനും പ്രഹസന സന്ദർശനങ്ങളുമായി എത്തുന്ന മന്ത്രിമാർ തീരദേശവാസികളുടെ ക്ഷമ പരീക്ഷിക്കുകയാണ്. തീരത്തിന്റെ വോട്ട് വാങ്ങി അധികാരത്തിന്റെ മട്ടുപ്പാവിൽ സുഖിക്കുന്നവർ ഈ ജനങ്ങളുടെ അമർഷം നാളെ കസേര തെറിപ്പിക്കുമെന്ന യാഥാർത്ഥ്യം മറക്കരുത്. അധിക്ഷേപങ്ങൾ അവസാനിപ്പിച്ച് മുഖ്യമന്ത്രി പരസ്യമായി മാപ്പ് പറയുന്നത് വരെയും അവസാനത്തെ ആളെയെങ്കിലും കരയിൽ എത്തിക്കുന്നത് വരെയും ഈ ജനരോഷത്തിന് മുൻപിൽ ഈ സർക്കാരിന് മാപ്പുണ്ടാകില്ല.